ഉത്തർപ്രദേശിലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ക്രൈംബ്രാഞ്ച് CID അസിസ്റ്റന്റ് പോലീസ് സൂപ്രണ്ടായ മുകേഷ് പ്രതാപ് സിംഗിന്റെ ഭാര്യ നിധി സിംഗിനെയാണ് ലക്നൌവിലെ ഔദ്യോഗിക വസതിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സീലിംഗിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ നിധീഷയുടെ മരണം ആത്മഹത്യയാണെന്ന പ്രാഥമിക നിഗമനം. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചതായും സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുന്നതുമായി പോലീസ് അറിയിച്ചു. നിധീഷിന്റെ മരണത്തിന് പിന്നാലെ അവരുടെ സഹോദരൻ ശ്രീ സിംഗും മുകേഷ് പ്രദീപ് സിംഗിനെയും ഗുരുതര ആരോപണവുമായി രംഗത്തെത്തി. ഉദ്യോഗസ്ഥന് നിരവധി വിവാഹേതര ബന്ധങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഇത് നിധീഷിനെ മാനസികമായി തളർത്തിയെന്നും ശ്രീ ആരോപിച്ചു. ഇത് ദമ്പതികൾക്കിടയിൽ വഴക്കുകൾക്ക് കാരണമായിരുന്നുവെന്നും മുകേഷ് അവരെ വഞ്ചിച്ചുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ജീവൻ എടുക്കുന്നതിന് മുമ്പുള്ള ദിവസം ഔദ്യോഗിക വസതിയിൽ CCTV ദൃശ്യങ്ങൾ നിധീഷ് തന്റെ വികലാംഗനായ മൂത്ത മകന്റെ മുഖത്ത് തലയിണ അമർത്തി ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുന്നത് കാണാം. ഈ സമയത്ത് ഇളയ മകൻ മുറിയിൽ കളിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. നിധീഷ് മാനസിക പ്രശ്നങ്ങൾ നേരിട്ടിരുന്നാലും ചികിത്സയിൽ കഴിയുകയായിരുന്നാലുമാണ് വീട്ടിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചതെന്ന് മുകേഷ് പ്രദീപ് സിംഗ് പോലീസിനോട് വെളിപ്പെടുത്തി. ചൊവ്വാഴ്ച വൈകുന്നേരം മകനെ ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചത് തുടർന്ന് ഇരുവർക്കും ഇടയിൽ വഴക്കിന് കാരണമായെന്നും അദ്ദേഹം പറഞ്ഞു. പിറ്റേന്ന് വൈകുന്നേരം നിധീഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. നിധീഷ് മൂത്ത മകന്റെ വൈകല്യം മൂലം വിഷാദ രോഗത്തിൽ കഴിയുകയായിരുന്നുവെന്നും ഇതിനായി ചികിത്സ തേടിയെന്നും മുകേഷ് പോലീസിനോട് വ്യക്തമാക്കി. നിധീഷിന്റെ മരണത്തിൽ കൃത്യമായ കാരണം വ്യക്തമാക്കാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി പോലീസ് കാത്തിരിക്കുകയാണ്. CCTV ദൃശ്യങ്ങൾ, സഹോദരന്റെ ആരോപണങ്ങൾ, ഉദ്യോഗസ്ഥന്റെ മൊഴി എന്നിവയെല്ലാം അന്വേഷണത്തിന്റെ ഭാഗമായി പരിശോധിക്കും. സംഭവത്തിൽ ദുരൂഹത തുടരുന്നാൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തി വരികയാണ്.